നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമുക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള ഒരു സംശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സ്വത്ത് മുതൽ ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വസ്ഥമായ സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും ഭയമാണ്, പേടിയാണ്, മനസ്സമാധാനം ലഭിക്കുന്നില്ല. എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരു ചരിത്രം വായിച്ചൊരു അതിസമ്പന്നനായിട്ടുള്ള, നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചരിത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ അറിയുന്ന ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ഹിസ്റ്ററി വായിച്ചപ്പോൾ, ബയോഗ്രഫി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, അദ്ദേഹം ഇതേപോലെ അദ്ദേഹത്തിന് ഇല്ലാത്ത സ്വത്തില്ല. നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൂടെയും വിൻഡോസിലൂടെയൊക്കെ അതിസമ്പന്നനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒത്തിരി ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട്. അമേരിക്കയിലെ അതിസമ്പന്നന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ലോകത്തെ തന്നെ, അമേരിക്ക എന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇതേപോലെ മനസമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ അദ്ദേഹം ഒരുപാട് സൈക്കാട്രിസ്റ്റുകളെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ്, അപ്പോൾ എല്ലാ സൈക്കാട്രിസ്റ്റുകളും പല ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് രാത്രി ഉറങ്ങുമ്പോൾ പേടി, ഭയം, മരണഭയം, അദ്ദേഹത്തിന് ഉറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് അയാൾ എത്തിപ്പെടുകയാണ്. അദ്ദേഹവും അയാൾ എല്ലാ ടെസ്റ്റുകളും നടത്തി, സൈക്കോളജി മേഖലയിൽ ചെയ്യാവുന്നതിനുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി, ശാരീരികമായ ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം നടത്തി. പക്ഷേ അയാളുടെ ശരീരത്തിൽ യാതൊരു ഒന്നും ബുദ്ധിമുട്ടും കണ്ടെത്താൻ സാധിച്ചില്ല. അതുപോലെ മനസ്സിനും അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും പാകപ്പോഴായിട്ട് നോർമലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്ടർക്ക് ഒരു ബുദ്ധി ഉദിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, ബില്യൺസ് ഓഫ് എമൗണ്ട്, ഏണിങ് ബില്യൺസ് ഓഫ് ഡോളർ. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഇതിൽ നിന്ന് എത്ര ശതമാനം, എത്ര പെർസെൻറ്റേജ് നിങ്ങൾ പാവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ചാരിറ്റീസിനോ കൊടുക്കുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ചാരിറ്റി ചെയ്യാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്ത് മുഴുവൻ അല്ലെങ്കിൽ പണം മുഴുവനും നിങ്ങൾ വാരിക്കൂട്ടി അക്യുമുലേറ്റ് ചെയ്ത് അതായിട്ട് കൂട്ടി വയ്ക്കുന്നു. അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫണ്ടിൻ്റെ, ഒരു ഇൻകത്തിൻ്റെ 1% അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന 1% വെച്ച് നിങ്ങൾ ചാരിറ്റി ചെയ്യും. പാവങ്ങൾക്കോ മറ്റു സ്ഥാപനങ്ങൾക്കോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊടുക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയാലോ. ഒരു പരീക്ഷണാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുന്നത്. അങ്ങനെ അദ്ദേഹം തനിക്ക് കിട്ടുന്നതിൻ്റെ 1%, 2% വെച്ചിട്ട് അദ്ദേഹം ചാരിറ്റി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഏറ്റെടുത്തിട്ടുള്ള വൈഫാണെന്ന് തോന്നുന്നു കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത്. എന്തായാലും ആ ഓർഗനൈസേഷൻ ഉണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അവർക്കുണ്ട്. ഇപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, വായിച്ച് മനസ്സിലാക്കി. നമ്മൾ ഇതിൽ നിന്ന്, ഈ സ്റ്റോറി അല്ലെങ്കിൽ ഒരാളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണം ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ സമ്പത്ത് ഒരാളുടെ കയ്യിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും എന്താ പറയുക, ഒരു ഡെഡായിട്ട് വരിക. അല്ലെങ്കിൽ പണത്തിന് ശരിക്കും പറഞ്ഞാൽ ഒഴുക്കില്ല. അത് അയാളുടെ കയ്യിൽ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അയാൾ എംപ്ലോയീസ് ഉണ്ടാവാം, പക്ഷെ അത് സൊസൈറ്റിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി വരുന്നില്ല ആ പണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സമാധാനം എന്ന് പറയുന്നത്, നമ്മളിപ്പം പണം കൊടുത്ത് മനസ്സമാധാനം വാങ്ങാൻ സാധിക്കില്ല, അത് വേറൊരു കാര്യം. പക്ഷേ നമ്മളിൽ സ്വാർത്ഥത ഇതിപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങളെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. ഈ സ്വാർത്ഥതയ്ക്ക് പിന്നിൽ ഒരു രഹസ്യമുണ്ട്.
അതായത് നമ്മളെല്ലാവരും സ്വാർത്ഥരാവുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ മിക്കവാറും 99.99% ആളുകൾക്കും അറിയില്ല ഞാൻ മാത്രമാണ് സത്യം. എൻ്റെ വേദനയും എൻ്റെ സുഖവും മറ്റുള്ളവരുടെ വേദനയോ ദുഃഖമോ അല്ല, അല്ലെങ്കിൽ എൻ്റെ സുഖം മറ്റുള്ളവരുടെ സുഖമല്ല, എൻ്റെ വേദന വേറൊരാളുടെ സുഖമല്ല എന്നൊരു തിരിച്ചറിവൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ മാത്രമേ സത്യമുള്ളൂ എന്ന അറിവ് ജ്ഞാനികൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെല്ലാം നാമരൂപങ്ങൾ മാത്രമാണ്, നെയിംസ് ആൻഡ് ഫോംസ് മാത്രമാണ്. അപ്പോൾ നെയിംസ് ആൻഡ് ഫോംസ് ആയിട്ടുള്ള മറ്റുള്ള സംബന്ധിച്ചിടത്തോളം യോഗികൾക്ക്, ജ്ഞാനികൾക്ക് അതറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുള്ള അന്തരാത്മാവിന് അറിയാം ഞാൻ മാത്രമേ സത്യമുള്ളൂ. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് വരുന്നത് സ്വാർത്ഥ രൂപത്തിലാണ്. അപ്പൊ ഈ സ്വാർത്ഥത ഉണ്ടാവണം. എന്തിന്? സത്യം കണ്ടെത്തുവാൻ ഒരാളെ സ്വാർത്ഥനായത് ആവുന്നതും നല്ലതാണ്. അതേ സമയത്ത് തൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ ഒരാൾ സ്വാർത്ഥനാവുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അശാന്തമായ ഒരവസ്ഥയ്ക്ക് കാരണമാകും. അപ്പം നമ്മൾ സ്വാർത്ഥതയെ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം എല്ലാവരുടെയും മനസ്സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ ശാന്തി ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം അവരെല്ലാം സ്വാർത്ഥരാണ്. തനിക്ക് സുഖിക്കണം, തനിക്ക് മാത്രം സുഖിക്കണം എന്ന ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഈ തനിക്ക് മാത്രം സുഖിക്കണം എന്ന ചിന്ത വരാൻ കാരണം ഒരാളുടെ വേദന, അയാളുടെ സുഖം അത് അയാളുടെ മാത്രമാണ്. അപ്പൊ എനിക്ക് കംഫർട്ടായിട്ട് സോണിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം, സ്വത്ത്, മുതല് എല്ലാം സ്വരൂകൂട്ടിയിട്ട് എൻ്റെതായ ഇത് മാത്രമാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ സുഖം നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്തയിൽ നിന്നാണ് എൻ്റെതാക്കി മാത്രമാക്കി വെക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാം പൊസസീവ്നെസ് ആണ്, നമ്മുടെ പൊസസീവ്നെസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വാർത്ഥത എത്രമാത്രം നമ്മൾ നിസ്വാർത്ഥനാവുന്നുണ്ടോ, അതായത് പണത്തിൻ്റെ കാര്യത്തിലും സഹായിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ നിസ്വാർത്ഥനാവുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായിട്ട് ശാന്തി ഉണ്ടാവും. അപ്പം നമ്മൾ സ്വാർത്ഥതയാണ്, ഓരോ മനുഷ്യൻ്റെയും സ്വാർത്ഥതയാണ്. പണ്ടുള്ള കാലത്ത് നോക്ക്, പണ്ട് ഇപ്പം നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ, ഒരു വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആ കഞ്ഞിക്കലം അടക്കം എടുത്തു കൊണ്ടുവന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന മനസ്ഥിതി. ഇന്നിപ്പോൾ നമ്മൾ നാലുകെട്ട് ഒരു വീട്, കോമ്പൗണ്ട് വാൾ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണാത്ത രീതിയിൽ കോമ്പൗണ്ട് വാൾ കെട്ടി ഞാനും എൻ്റെ തട്ടാനും എൻ്റെ കുട്ടികളും എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയോടുകൂടി എല്ലാ ആളുകളുടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വാർത്ഥതയെ എങ്ങനെയാണ് നമുക്ക് സാക്ഷിയാകാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരിലും, എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. അത് പ്രകൃതി അങ്ങനെ തന്നെയാണ് ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ ആ പ്രകൃതി സൃഷ്ടിച്ച മനുഷ്യൻ, അവബോധമുള്ള മനുഷ്യൻ, വിവേകശാലിയായ മനുഷ്യൻ ആ സ്വാർത്ഥതയ്ക്ക് സാക്ഷിയാകാൻ സാധിക്കും. ആ സാക്ഷിയാവുമ്പോൾ മാത്രമേ അവന് ദൈവികമായ ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവൻ അതപ്പതിച്ച് മനുഷ്യനും അസുരനുമായിട്ട് മാറും. അപ്പോൾ നമ്മളിൽ സ്വാത്വികമായിട്ടുള്ള ഗുണം വളരണമെങ്കിൽ, ദൈവികമായ ഗുണം വളരണമെങ്കിൽ നമ്മൾ സ്വാർത്ഥതയ്ക്ക് സാക്ഷിയാവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ എത്ര വലിയവനാവട്ടെ, ചെറിയവനാവട്ടെ, ചെറിയ വരുമാനമുള്ളവനാവട്ടെ, വലിയ വരുമാനമുള്ളവനാവട്ടെ, അവന് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഈ സമൂഹത്തിലെ മറ്റു ജീവജാലങ്ങൾ കൂടി അർഹതപ്പെട്ടതാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി. കാരണം നമ്മൾ ഒരു സ്വത്ത് സമ്പാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള മറ്റു ചരാചരങ്ങളും അതുപോലെ മനുഷ്യർക്കും ജീവിക്കാനുള്ള റിസോഴ്സസിനെയാണ് ഒരു പറ്റം ആളുകൾ. ഇപ്പം നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സ്വത്തിൻ്റെ ഒരു മേജർ 95% സ്വത്തും ഒരു 5% ആളുകളുടെ കയ്യിലായിരിക്കും. അപ്പൊ 95% ആളുകളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും. ഈ 5% ആളുകൾ മാത്രമേ വളരെയധികം ധനികരും അവരുടെ ഈ ലോകത്തിലുള്ള റിസോഴ്സിനെ മൊത്തം അടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്,
ഇതെല്ലാ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വത്തും മുതൽ തന്നെയാണ് പ്രകൃതി കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതായത് ഭൂമിയെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റാൻ ഓരോ മനുഷ്യനും സൽബുദ്ധി ഉണ്ടായാൽ മതി, നിസ്വാർത്ഥനായാൽ മതി. ആ നിസ്വാർത്ഥത കൊണ്ട് പലപ്പോഴും നമ്മൾ നോക്കി ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ചേരികളിൽ നോക്കി അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. പക്ഷേ ചില വലിയ വൻകിട ആളുകളുടെ കല്യാണത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1,00,000 ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കും ചിലപ്പോൾ ഒരു 1000 10,000 പേര് വരുന്ന ഒരു പന്തിയിൽ ഉണ്ടാവുക. ബാക്കിയുള്ള ഭക്ഷണമൊക്കെ വേസ്റ്റായിട്ട് അവർ തള്ളിക്കളയുക ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും അവനവനോ കഴിയുന്ന സഹായങ്ങൾ, ഈ സഹായം ചെയ്യുന്ന നന്മ എനിക്ക് പുണ്യം കിട്ടും എന്നുള്ള ചിന്തയിലല്ല, എനിക്ക് സമാധാനം കിട്ടും, ശാന്തി ലഭിക്കും അത് എന്ന ചിന്തയിൽ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ എനിക്ക് സ്വർഗരാജ്യം കിട്ടും, എനിക്ക് മരിച്ചു പോയാലും അവിടെ സ്വർഗം കിട്ടും, അങ്ങനെയുള്ള ചിന്തയിലൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തോടു കൂടിയ സ്വർഗമായ സമാനമായ രീതിയിൽ ശാന്തിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലുള്ള ഒരു കിട്ടുന്ന വരുമാനത്തിൻ്റെ 1% അല്ലെങ്കിൽ 0.5% എങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് കൈകളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്വാർത്ഥരാണ് അല്ലെങ്കിൽ സ്വാർത്ഥരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നിസ്വാർത്ഥനാവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളെ പൊസസീവ്നെസ്, മമതാ ബന്ധങ്ങൾ, പൊസസീവ്നെസ്, ഇതൊക്കെയാണ് നമ്മളെ അശാന്തിയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിസ്വാർത്ഥനായിട്ട് ഭൂമിയിൽ ശാന്തിയും സമാധാനത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.